അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു. അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്, ഓസ്ട്രേലിയയിലെ അഡലേഡ്. അപ്പം നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഓസ്ട്രേലിയയിലെ മൈഗ്രേഷനെ സംബന്ധിച്ച് ഒത്തിരി നമ്മുടെ, പ്രത്യേകിച്ചും ഇത് മലയാളത്തിലാണ് പറയുന്നത്, അതുകൊണ്ട് ഒത്തിരി മലയാളികൾക്ക് ഉള്ള കുറേ ഡൗട്ടുകളുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ജനറലി ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ആൻസേഴ്സ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം വരുന്ന ക്വസ്റ്റ്യൻ തന്നെ അത് ഇവിടെ ഫണ്ടിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ടോ. അതായത് കാനഡയിലോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ഫണ്ട് കാണിക്കണം, ഫണ്ടിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ ഫണ്ട് വേണോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഓസ്ട്രേലിയൻ മൈഗ്രേഷനിൽ ഒരു കാരണവശാലും ഫണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാധാരണക്കാരൻ ഒരാൾ, പൈസ ഇല്ലാത്ത ഒരു ഫണ്ടില്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ പോസിബിളാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയർ 12 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, നല്ല ഇംഗ്ലീഷ്, സുപ്പീരിയർ ഇംഗ്ലീഷ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് നല്ലതായിട്ട് അത് ട്രെയിൻ ചെയ്ത് പഠിച്ചു, അത് അച്ചീവ് ചെയ്തു, എക്സ്പീരിയൻസ് ഉണ്ട്, ഒരു മിനിമം 3 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പോയിന്റ് കിട്ടും. പിന്നെ പഠിച്ച ഫീൽഡിൽ തന്നെയുള്ള എക്സ്പീരിയൻസ് ആണെങ്കിൽ ആ പോയിന്റ് ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിൽ വന്ന് പഠിക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ പോയിന്റ് കിട്ടും. പക്ഷേ ഇപ്പം ഞാനിപ്പോൾ ഈ പറയുന്നത് ഓസ്ട്രേലിയ വരാതെ ഇരിക്കുന്ന ഒരാൾക്കാണ്. ഇപ്പം നാട്ടിൽ നിന്ന് ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു ഗേൾ ഓർ ബോയ്, അവരുടെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ചെയ്തു, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തു, കുറച്ച് പഠിച്ച ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് അവർക്ക് കിട്ടി, 3 വർഷത്തെ എക്സ്പീരിയൻസ് ആയി. പിന്നെ അവർ നാറ്റി പോലുള്ള, അതായത് നാറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസ്ലേറ്റിംഗ് ലാംഗ്വേജ്, അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള നാറ്റി ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ എക്സ്ട്രാ 5 പോയിന്റ് കിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങൾ അവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നാട്ടിൽ നിന്നുകൊണ്ടൊരു ആപ്ലിക്കേഷൻ PR-ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഏജൻസിയുടെ സഹായത്തോടെയോ സഹായമില്ലാതെയോ, ഏജൻസിയുടെ വഴി നോക്കുവാണെങ്കിൽ ഒരു നല്ലൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. വലിയ പൈസയൊന്നും ആരും തന്നെ ചാർജ് ചെയ്യത്തില്ല. ജെന്യുവിനായിട്ടുള്ളവർ ആരും തന്നെ വലിയ പൈസ ചാർജ് ചെയ്യത്തില്ല. ജസ്റ്റ് ആപ്ലിക്കേഷൻ വെക്കുക. ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിന്നെ ആ ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിന് വിസയുടെ ഫീസ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ഫണ്ടിൻ്റെ യാതൊരു റിക്വയർമെൻറ്റും ഇല്ല. ഇവിടുത്തെ ഒരു PR ഒരു സാധാരണക്കാരനായ ഒരാൾക്കും കിട്ടാവുന്നതാണ്. അപ്പം ഫണ്ടൊന്നും ഇല്ലെങ്കിലും ആ ഒരു പ്രയോജനം ഇല്ല. മീൻസ് ഓസ്ട്രേലിയയിലെ PR-ൻ്റെ വിസയുടെ ഫീസ് എത്രയാണോ അത് കൊടുക്കണം, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അൺസ്കിൽഡ് വർക്കേഴ്സ്, അതായത് ഡ്രൈവേഴ്സ്, വെയർഹൗസിൽ ജോലി ചെയ്യുന്നവർ, ഫ്രൂട്ട് പിക്കിങ്, ഇങ്ങനെയുള്ളവർക്ക് ഓസ്ട്രേലിയയിൽ വരാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും വരാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു വിശ്വാസം ഇല്ല. പക്ഷേ ചില എക്സ്ട്രീം സെനാരിയോസിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നാട്ടിൽ ഇപ്പോൾ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ മീറ്റ് ഇൻഡസ്ട്രി, അതായത് റിമോട്ടായിട്ടുള്ള ചില സ്ഥലത്ത് മീറ്റ് ഇൻഡസ്ട്രിയിൽ മീറ്റ് കട്ടറെ വേണം, അല്ലെങ്കിൽ മീറ്റ് ബോണറെ വേണം, മീറ്റ് സ്ലൈസറെ വേണം. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കിപ്പം ആ ഒരു രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ ഗവൺമെൻറ് പ്രത്യേക ലേബർ എഗ്രിമെൻറ്റ് അവിടുത്തെ ആ ബിസിനസ്സിന് കൊടുത്തിട്ട് ഇത്ര ആൾക്കാരെ നിങ്ങൾക്ക് ഈ വർഷം കൊണ്ടുവരാം അങ്ങനെയൊക്കെ പറഞ്ഞു. ചില പർട്ടിക്കുലർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയ മാത്രമേ അങ്ങനെ വരുള്ളൂ. അല്ലാതെ അത് വെയർഹൗസിലെ ജോലിക്കോ ഫ്രൂട്ട് പിക്കിങ്ങിനോ അല്ലെങ്കിൽ ഡ്രൈവറായിട്ടോ ഒരിക്കലും അങ്ങനെയുള്ള ജോലിക്ക് ഒരിക്കലും വരത്തില്ല. അപ്പോൾ അത് വളരെ റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ 482 വേറൊരു അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് വരാനുള്ളത് ഏജ്ഡ് കെയറിൻ്റെയാണ്. ഏജ്ഡ് കെയറായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ട്, ഏജ്ഡ് കെയറിൽ ഓസ്ട്രേലിയയിലെ കെയർ വിസ ഓപ്പൺ ആയോ എന്നൊക്കെ ഉണ്ട്. കാരണം ഓപ്പൺ ആണ്, പക്ഷേ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ട് ഒത്തിരി ആൾക്കാർ ഉള്ളതുകൊണ്ട് എംപ്ലോയേഴ്സ് വെളിയിൽ നിന്ന് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല ആരെയും എടുക്കാനായിട്ട്. എടുക്കണമെങ്കിൽ ചെയ്യാം, സ്പോൺസർഷിപ്പ് പാത്ത് കൂടെ പറ്റും. ഈ ഡിസംബറിൽ വന്ന ഈ 482 വിസയുടെ കുറേ ചേഞ്ചസ് ഉണ്ട്. അപ്പം ആ ചേഞ്ചസിനെ പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പം ഈ 482 വിസ എന്താണെന്നുള്ളത് വേറൊരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. 482 വിസ വന്ന ചേഞ്ചസ്, ഇപ്പം പുതിയൊരു പേരാണ് അതിന്, SID വിസയാണ്. അപ്പോൾ അതിനകത്ത് ഈ ഏജ്ഡ് കെയർ വർക്കറിനെയൊക്കെ അത് വേറൊരു ആ ലിസ്റ്റിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു കാറ്റഗറിക്കകത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പം അവിടെ ഹൈ ഇൻകം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് സ്പോൺസർഷിപ്പ് പോസിബിൾ ആകത്തുള്ളൂ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. വിസിറ്റിംഗ് വിസ വന്നിട്ട് ഇവിടെ വന്ന് സ്പോൺസേഡ് വിസയിലോട്ട് മാറുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞിട്ട് സ്പോൺസർഡ് വിസയിലോട്ട് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് വിസിറ്റിംഗ് വിസയുടെ കണ്ടീഷനെ അനുസരിച്ചിരിക്കും. അത് ജനറലി നമ്മളിപ്പം അങ്ങനെ റിക്രൂട്ട് ചെയ്യുന്ന നാട്ടിലുള്ള പല ഏജൻസീസും നമുക്ക് ഓഫർ ലെറ്റർ തന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് വിസയിലോട്ട് മാറാം, ഗൾഫിലെ പോലെ നേരെ മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞ് വിടുന്ന, അത് റോങ് ആണ്, അത് പോസിബിൾ അല്ല. പക്ഷേ
ചില ജെന്യുവൻ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെനാരിയോ ഞാൻ പറയാം. ഇപ്പം ഒരു ഫാർമസിയിൽ ഒരാൾ നടന്ന കാര്യമാണ്. അപ്പം ഒരു ഫാർമസിസ്റ്റ് ക്യാപ്സ് പാസ്സായി, IELTS എല്ലാം ഉണ്ട്, സ്കിൽ അസസ്മെൻ്റ് ഉണ്ട്, ഓക്കെ, അവരുടെ ഇനിഷ്യൽ രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു. അവരുടെ ഒരു റിലേറ്റീവ് കൂടെ ഉണ്ട്, അപ്പം അതായത് ബ്രദറോ സിസ്റ്ററോ ഉണ്ട്. അപ്പം നമുക്ക് വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടും. അപ്പോൾ വിസിറ്റിംഗ് വിസ അപ്ലൈ ചെയ്ത് വന്നു കഴിഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ പൊട്ടൻഷ്യൽ വെച്ച് അപ്ലൈ ചെയ്ത് ഇവിടെ വന്നു, വിസിറ്റിംഗ് വിസ വന്നു കഴിഞ്ഞ് ഇവിടെയുള്ള ഒരു ഫാർമസി, ഇപ്പം ഇവിടെ ഓസ്ട്രേലിയക്കാർ തന്നെ നടത്തുന്ന ഫാർമസി തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പം ഇന്ത്യക്കാരും മലയാളികൾ നടത്തുന്ന ഫാർമസിയുണ്ട്, ഹിന്ദിക്കാരുണ്ട്, എന്ത് വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു ഫാർമസിക്കാരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവർക്ക് താല്പര്യമായി. നോക്കുമ്പം ഇവിടെ ഒരു ഫാർമസി ഇന്റേണിന് വേണ്ടി എല്ലാ ക്വാളിഫിക്കേഷനും ആൾക്കുണ്ട്. അപ്പോൾ അവർക്ക് സ്പോൺസർ ചെയ്യാം. അപ്പോൾ സ്പോൺസർ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻസ് അപ്പം അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അവരുടെ വിസ ഈ ടൂറിസ്റ്റ് വിസയുടെ കണ്ടീഷൻ അനുസരിച്ച് അതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ വിസയിലോട്ട് പോകുന്നതിന് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ സ്പോൺസേഡ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. ആ എംപ്ലോയർ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റും. പക്ഷേ അതത്ര സിമ്പിളല്ല. നമ്മൾ നാട്ടിൽ മാർക്കറ്റ് ചെയ്യുന്ന പോലെ നേരെ ഇവിടെ വിസിറ്റിംഗ് വിസ വന്നിട്ട് നേരെ നിങ്ങൾക്ക് ഏതെങ്കിലും ജോലി കിട്ടും, ആ ജോലി അങ്ങനെ സിമ്പിളല്ല. കാരണം ആ ഒരു സ്പോൺസേഡ് വിസയിലോട്ട് മാറണമെങ്കിൽ തന്നെ ഇത്ര സാലറി ആ എംപ്ലോയർ ആ എംപ്ലോയിക്ക് ജോലി കിട്ടുന്ന ആൾക്ക് ഇത്രയും 73,250 മിനിമം കൊടുത്തിരിക്കണം. ചില ഒക്കുപ്പേഷനിൽ 135 ആയിരിക്കും വരുന്നത്. 135,000 പെർ ആനം ഓസ്ട്രേലിയൻ ഡോളർ കൊടുത്തിരിക്കണം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സെനാരിയോസിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും. അതല്ല, ഇത് വിസിറ്റിംഗ് വിസയിൽ വന്ന് ഇവിടെ ഒരു ഇൻ്റർവ്യൂ സെറ്റായി. ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ടൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഇപ്പം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇപ്പം നമ്മൾ പറയാം, ഇപ്പോൾ പീപ്പിൾ സോഫ്റ്റ് അങ്ങനെയുള്ള ചില പ്രത്യേക സ്കിൽസ് ഉള്ളവർ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അത് ഇല്ല. അപ്പോൾ അവരിപ്പം ഇവിടെ വന്ന് വിസിറ്റിങ്ങിൽ വന്നു, അവിടെ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എംപ്ലോയറിന് താല്പര്യമുണ്ട് സ്പോൺസർഷിപ്പ് വിസ ഇടാനായിട്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ അവരുടെ ടൂറിസ്റ്റ് വിസയുടെ കണ്ടീഷൻസ് അവരെ ഇവിടെ നിന്നിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അലോ ചെയ്യത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് പ്രോസസ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എന്നിട്ട് നാട്ടിൽ പോയിട്ട് പിന്നെ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് നാട്ടിൽ നിന്ന് ഗ്രാൻഡ് ആയി കഴിയുമ്പോൾ വന്നാൽ മതി. അപ്പം വിസിറ്റിംഗ് വിസയിൽ വന്ന് നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം അത് നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്. വിസിറ്റിംഗ് വിസ വന്ന് പഠിക്കാൻ പറ്റത്തില്ല, നമുക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്യുന്നതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ നേഴ്സസിൻ്റെ OSCE എക്സാംസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ ഈ ഡെൻ്റൽ കഴിഞ്ഞവർക്ക് അവർക്കും ഈ OSCE ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ക്ലിനിക്കൽ എക്സാംസ്, ഇപ്പം ഫിസിയോതെറാപ്പിസ്റ്റിനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലിനിക്കൽ എക്സാംസ് ഒക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ വിസിറ്റിംഗ് വിസയിലാണ് വരുന്നത്. അതിവിടെ വന്നു കഴിഞ്ഞ് ചിലവർക്ക് അത് എക്സ്റ്റൻഷൻ ചെയ്യും, ചിലവർക്ക് രജിസ്ട്രേഷൻ എല്ലാം കിട്ടി വർക്ക് വിസയിലോട്ട് ഒരു സൂട്ടബിൾ എംപ്ലോയറെ കിട്ടിയാൽ മാറാം. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത്, റിമോട്ട് ഏരിയയിൽ ജോലി ചെയ്യുന്ന നേഴ്സസിന് ഒന്നും IELTSൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ 4-wheel ഡ്രൈവ് എക്സ്പീരിയൻസ് മതി, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യണം, ഒരു ദിവസത്തിൽ ഡ്രൈവ് ചെയ്യണം, റിമോട്ടായിട്ടുള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്ത് പോകേണ്ട നേഴ്സിംഗ് ജോലിയുണ്ട്, അതിന് IELTS ഒന്നും വേണ്ട, അങ്ങനെയൊന്നുമില്ല. നേഴ്സായിട്ട് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിൽ എവിടെയാണേലും രജിസ്ട്രേഷൻ വേണം. രജിസ്ട്രേഷൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾക്കറിയാമല്ലോ, അതെല്ലാം മീറ്റ് ചെയ്യണം. അപ്പോൾ IELTS 7 മസ്റ്റായിട്ട് വേണം. പിന്നെ ഈ ഏപ്രിൽ തൊട്ട് അതിനൊരു 6.5 റൈറ്റിങ്ങിന് ഒരു ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതല്ലാതെ അറ്റ് ദ മൊമെൻറ്റിൽ 7 തന്നെ വേണം. അപ്പോൾ രജിസ്ട്രേഷന് ആ ജോലിക്ക് രജിസ്ട്രേഷൻ മസ്റ്റാണ്. അതിൻ്റെ റിക്വയർമെൻറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് മസ്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. നമ്മളിപ്പം എല്ലാവരും, നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാവരും ചോദിക്കുന്ന ഒരു വേറൊരു ക്വസ്റ്റ്യനാണ്, നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 15 പോയിന്റ് കൂടുതൽ കിട്ടുമോ? നമ്മുടെ അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ റിലേറ്റീവ്സിന് നമുക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ബ്ലഡ് റിലേറ്റീവോ അല്ലെങ്കിൽ കസിൻസ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 491 എന്ന് പറഞ്ഞ വിസയിൽ 15 പോയിന്റ് കിട്ടും. പക്ഷേ സെയിം ടൈമിൽ ആ സെയിം പോയിന്റ് തന്നെയാണ് ഗവൺമെൻറ് തരുന്നത്. അപ്പം റിലേറ്റീവ്സ് വഴി കൊടുക്കുന്ന കിട്ടുന്ന ഇൻവിറ്റേഷനേക്കാളും കൂടുതൽ ചാൻസ് ഗവൺമെൻറ് കൊടുക്കുന്ന ഇൻവിറ്റേഷനാണ്. റിലേറ്റീവ്സ് വഴി കിട്ടുന്ന അതിൻ്റെ അലോക്കേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പം ഓസ്ട്രേലിയയിൽ നിങ്ങൾ റിലേറ്റീവ്സ് ഉണ്ട്, ഓക്കെ, നിങ്ങൾ ഒത്തിരി നാളായിട്ട് അവിടെ ഉള്ളവരല്ല, നിങ്ങൾക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ മേലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ റിലേറ്റീവ്സിന് ഒന്നും തന്നെ ഇവിടെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന ആൾക്കാർക്ക്, അതായത് ഈ ആപ്ലിക്കൻസിന് ഇവിടുത്തെ സ്കിൽഡ് ഒക്കുപ്പേഷൻ ലിസ്റ്റിനകത്ത് സ്കിൽ അസസ്മെൻ്റ് ഉണ്ട്. അതായത് അവർ നല്ല ക്വാളിഫൈഡ് ആണ്, എക്സ്പീരിയൻസ് ഉണ്ട്, സ്കിൽ അസസ്മെൻ്റ് ഉണ്ട്, നല്ല ഇംഗ്ലീഷൊക്കെ ഉണ്ട്. അവരുടെ പോയിന്റ് നല്ലതാണെങ്കിൽ മാത്രം
ഒരു ചെറിയൊരു പോയിന്റ് ബൂസ്റ്റ് റിലേറ്റീവ്സിന് കൊടുക്കാമെന്നുള്ളൂ. എങ്കിൽ തന്നെയും ആ സെയിം പോയിന്റ് തന്നെയാണ് എല്ലാ സ്റ്റേറ്റും തന്നെ കൊടുക്കുന്നത്. അപ്പം സ്റ്റേറ്റ് കൊടുക്കുന്ന പോയിന്റാണ് സ്റ്റേറ്റ് ഇൻവിറ്റേഷൻ വിളിക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു വളരെ ഒരു മിത്താണ്. അതുകൊണ്ട് അത് റിലേറ്റീവ്സ് ഉള്ളതുകൊണ്ട് ഒരു പ്രയോജനമില്ല. നമുക്ക് ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാനായിട്ട് ചിലപ്പം നമ്മൾ PR സിറ്റിസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. അവർക്ക് സ്പോൺസർ ചെയ്ത് വേണേൽ കൊണ്ടുവരാം, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തത് നമ്മുടെ സ്റ്റുഡൻറ്റ് വിസയെ പറ്റി ഉള്ള 2-3 ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. ഒന്ന്, നമ്മൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് വരാൻ പറ്റുമോ? തീർച്ചയായിട്ടും വരാം. മാസ്റ്റേഴ്സ് കഴിഞ്ഞവർക്ക് തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം മാസ്റ്റേഴ്സ് അവിടെ പഠിച്ച യൂണിറ്റ് അതിൻ്റെ കണ്ടൻറ്റ് അല്ല ഇവിടുത്തെ കണ്ടൻറ്റ് ചിലപ്പോൾ വരുന്നത്. അപ്പം അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസ്റ്റേഴ്സ് കഴിഞ്ഞ് തീർച്ചയായിട്ടും വരാം. പിന്നെ വരുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ITR കാണിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. അപ്പോൾ പേരൻസിൻ്റെയൊക്കെ അവർ NRI ആണെങ്കിൽ കാണിക്കേണ്ട, പക്ഷേ അവർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ITR കാണിച്ചിരിക്കണം. പിന്നെ വേറൊരു ഇത് പേരൻസിന് നമുക്ക് PR അപ്ലൈ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം പേരൻസിന് PRന് അപ്ലൈ ചെയ്യാൻ പറ്റും. അവർ 2-3 ടൈപ്പ് പേരൻറ്റിനുള്ള PR വിസയുണ്ട്. നമ്മൾ അമേരിക്കയിലെ പോലെ ഫയൽ ചെയ്തുള്ള രീതിയല്ല, അല്ലാതെ വേറൊരു ഇവിടെയും ഇപ്പം കുറേ അതിൻ്റെ ഓരോ വർഷവും അത് ഗ്രാൻഡ് ആകുന്നത് ഒരു ക്യാപ്ഡ് ആണ്. ക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ സർട്ടൻ നമ്പേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അവർ ഒരു വർഷം ഇത്ര പേർക്ക് അവർ ഗ്രാൻഡ് ആകത്തുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ക്യൂ ഭയങ്കര കൂടുതലാണ്. അപ്പം PR ആയിട്ട് വെളിയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. അതായത് പിള്ളേർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പേരൻസിന് വെളിയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. പക്ഷേ ഗ്രാൻഡ് ആകണമെന്നുണ്ടെങ്കിൽ 10-15 വർഷം എടുക്കും. ഈവൻ ഇഫ് നമ്മൾ പൈസ ഉള്ളതാണെങ്കിലും. പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂട്ടറി, നമ്മൾ $50,000 ഒരു പേരൻറ്റിന് വെച്ച് കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂട്ടറി കാര്യമാണ്. അതല്ലാതെ ഇവിടെ വന്നിട്ട് വിസിറ്റിംഗ് വിസ വന്നിട്ടാണെങ്കിലും നമുക്ക് പേരൻറ്റ് വിസയുടെ ആപ്ലിക്കേഷൻസ് ഇടാൻ പറ്റും, സർട്ടൻ റിക്വയർമെൻറ്റ് വെച്ച്. അതിന് വലിയ ഫീസ് ഇല്ല. പക്ഷേ ഗ്രാൻഡ് ആകണമെന്നുണ്ടെങ്കിൽ 10-15-20 വർഷമൊക്കെയാണ് ഇപ്പോഴത്തെ ടൈം പറഞ്ഞത്. പക്ഷേ അതുവരെ അവർക്ക് ഇവിടെ നിൽക്കാം. അതായത് മെഡിക്കെയർ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. നാട്ടിൽ, അതായത് പറഞ്ഞു വന്നത്, നാട്ടിൽ തിരിച്ചു പോകേണ്ട കാര്യം വരുന്നില്ല. അവർക്ക് പിള്ളേർക്ക് PR സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം. ആ സർട്ടൻ ഏജിൽ ലിമിറ്റ് കഴിഞ്ഞവർക്കും സർട്ടൻ റിക്വയർമെൻറ്റ് ഇതിനകത്തുണ്ട്. അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. PR ഇവിടെ നിൽക്കാം, തിരിച്ച് നാട്ടിൽ ഡിസിഷൻ വരുന്നിടം വരെ ഇവിടെ നിൽക്കാം. ഓക്കെ. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റീജിയണൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലെ എക്സ്ട്രീം റീജിയണൽ ഏരിയ ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ റീജിയണൽ ഏരിയ എന്ന് പറയുന്നത് അഡലേഡ്, പെർത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ, നോർത്തേൺ ടെറിട്ടറി, ഇതെല്ലാം റീജിയണൽ ഏരിയ വരുന്നതാണ്. വിക്ടോറിയയിലെ മെൽബൺ, ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നി, പിന്നെ ക്യൂൻസ്ലാൻഡിലെ ബ്രിസ്ബെൻ, അത് മെയിൻ മെയിൻ റീജിയണൽ ഏരിയ അല്ല. അതിൻ്റെ സറൗണ്ടിങ് ആയിട്ട് വരുന്ന ഏരിയയും റീജിയണൽ ഏരിയ അല്ല. ബാക്കി ഇൻറ്റീരിയറായിട്ട് വരുന്ന ഏരിയ എല്ലാം റീജിയണൽ ഏരിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് ജോബ് കിട്ടാൻ എളുപ്പമാണോ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പം നമുക്കിപ്പോൾ അമേരിക്കയിൽ നിന്നാണെങ്കിലും കുറേ ആൾക്കാർ ഇപ്പം നമുക്കിവിടെ ഈ ഒത്തിരി പേര് IT-യിലുള്ളവർ എസ്പെഷ്യലി ഇവിടെ ഇപ്പം റീസെൻ്റ്ലി മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് അവിടെ അമേരിക്കയിൽ ഒരു ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അവർ എത്ര നല്ലതായിട്ട് വർക്ക് ചെയ്താലും, എത്ര നല്ല പെർഫോം ചെയ്താലും അന്നേരം ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ പറഞ്ഞു വിടുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബ് സെക്യൂരിറ്റിയാണ്, നല്ല റിലാക്സ്ഡ് എൻവയോൺമെൻറ്റാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. അപ്പം ജോലി കിട്ടാനായിട്ട് എന്താണ് മാർഗം? ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മൾ 482-ൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ന്യൂസിലാൻഡിലെ ക്യാപ്പ് കഴിഞ്ഞ നേഴ്സസും, പിന്നെ ഇപ്പം ക്യാപ്സ് എന്നുള്ള മീൻസ് ക്യാപ്സ് എക്സാം പാസ്സായ ഫാർമസിസ്റ്റ്, ഇവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെ ജോലി കിട്ടും എന്നുള്ളത്. അപ്പം സ്പോൺസർഷിപ്പ് എങ്ങനെ കിട്ടുമെന്നുള്ളത്. അപ്പോൾ അത് നമ്മുടെ റെഫറൻസ് വഴി ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്നത് അവിടെ വർക്ക് ചെയ്ത ആൾക്കാരുടെ റെഫറൻസ് വഴിയാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് നടക്കുന്നത്. പിന്നെ രണ്ടാമതുള്ളത് സീക്കും ഇൻഡീഡും പിന്നെ ലിങ്ക്ഡിൻ വഴിയൊക്കെ വരും. പക്ഷേ അതിനകത്ത് വരുന്ന അഡ്വർടൈസ്മെൻറ്റിനകത്തും മിക്കവാറും നമ്മൾ അപ്ലൈ ചെയ്താൽ ഒരു റിസൾട്ടും വരാൻ വഴിയില്ല. കാരണം നമുക്കറിയാം ഓസ്ട്രേലിയയിലെ മിക്ക വ്ളോഗേഴ്സും അവരുടെ യൂട്യൂബ് ചാനലിനകത്ത് അവിടെ വേക്കൻസി ഉണ്ട്, ഇവിടെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കമൻസിനകത്ത് ലിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും കയറി അപ്ലൈ ചെയ്യും. പക്ഷേ അവിടെ അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി കാൻഡിഡേറ്റിനെ നമുക്കിപ്പം ഈ എംപ്ലോയർ സ്പോൺസേർഡ് വിസാസിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് 28 ദിവസം റൺ ചെയ്യാന്നുള്ളത്. അപ്പം അവർ ഓൾറെഡി കാൻഡിഡേറ്റിനെ എടുത്ത് അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പക്ഷേ അവരുടെ റിക്വയർമെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെ റൺ ചെയ്യുന്ന അഡ്വർടൈസ്മെൻ്റ് ആണ് ഈ കാണുന്നതല്ല. അപ്പോൾ അത് 28 ദിവസം കിടക്കും, അല്ലെങ്കിൽ 1 മാസം കിടക്കും. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്താലില്ലെങ്കിലും അവരാരും നോക്കാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി ആരാണെന്നുള്ളത് അവർ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പം അതിനകത്ത് വലിയൊരു റെഫറൻസ് വഴിയാണ് കൂടുതലും ചാൻസസ് വരുന്നത്. പിന്നെ ഉള്ളത്, നമ്മൾ 482 വിസയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന 186 ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റുമോ? അതിപ്പോൾ ഞാൻ തന്നെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പം ഏത് വിസയ്ക്കാണെങ്കിലും നമുക്ക് ഓസ്ട്രേലിയയിൽ ഫാമിലിയെ കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഫാമിലി എന്ന് ഉദ്ദേശിക്കുമ്പം
ഹസ്ബൻഡ്, വൈഫ്, കിഡ്സ് ഇവർ മാത്രമേ വരുന്നുള്ളൂ. 18 വയസ്സ് താഴെയുള്ള കിഡ്സ്. അതല്ലാതെ വേറെ ബ്രദറോ പേരൻസോ ഒന്നും ഫാമിലിയായിട്ട് കൂട്ടാൻ പറ്റത്തില്ല. അപ്പം ഈ ഒരു റിലേഷനുള്ളവരെ മാത്രം ഫാമിലിയായിട്ട് നമുക്ക് ഏത് വിസ അപ്ലൈ ചെയ്താലും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഉള്ളത്, അത് അധികം ആൾക്കാരോട് ചോദിക്കുന്നതല്ല, PR ആണോ സിറ്റിസൺ ആണോ ബെറ്റർ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. എപ്പോഴും സിറ്റിസൺഷിപ്പ് തന്നെയാണ് ഇവിടെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാരണം PR എന്ന് പറയുന്നത് ഒരു വിസയാണ്. അത് നമുക്കിപ്പം നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ക്രൈമിനകത്ത് പെടുവോ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ PR എന്നുള്ള ഇത് ഗവൺമെൻറ്റിന് തിരിച്ചെടുക്കാം, അത് ക്യാൻസൽ ചെയ്യാം. അതൊരു വിസയാണ്. അതേസമയത്ത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വൺസ് ഗിവൺ ആണെങ്കിൽ ഗിവൺ ആണ്. ഓക്കെ. പിന്നെ ഉള്ളതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ എത്ര വിസയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, അതാണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഇപ്പം 482 വിസയിലും 186 186 അല്ല 482 വേറെ ഓരോ വിസയിലൊക്കെ അപ്ലൈ ചെയ്യുന്നവർ ചോദിക്കും, ഞങ്ങൾക്ക് സൈമിൾട്ടേനിയസ്ലി പാരലായിട്ട് 189 അല്ലെങ്കിൽ 190 അതുപോലുള്ള PR വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അപ്പം ഈ 482, 186, 190, 189 ഇതിനെപ്പറ്റി എല്ലാം ഇൻഡിവിജ്വലായിട്ട് ഞാൻ ഈ നമ്മുടെ ചാനലിനകത്ത് ക്ലിയർ ആയിട്ട് വളരെ സിമ്പിളായിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതുകൂടെ കയറി നോക്കിയാൽ മതി. അപ്പം ഒരാൾക്ക് എത്ര വിസ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. 482 നിൽക്കുന്ന ഒരാൾക്ക് 189 അപ്ലൈ ചെയ്യാം, 190 അപ്ലൈ ചെയ്യാം, 491 അപ്ലൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിനകത്ത് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. അപ്പം ഇനിയും നമ്മൾ അടുത്ത ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് കമൻ്റായിട്ട് ഇടുക. അത് ഒരു സമ്മറി ആയിട്ട് എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻസിൻ്റെ വെച്ച് ഉള്ള ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻസ് ഇതുപോലെ തന്നെ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. നമ്മൾക്ക് എന്തെങ്കിലും ഓസ്ട്രേലിയയിലോട്ടുള്ള എന്തെങ്കിലും മൈഗ്രേഷൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു യൂട്യൂബ് ചാനലാണിത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അഡലേഡിലെ കോൺടാക്ട് ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ നാട്ടിലെ കോട്ടയത്ത്, ഇന്ത്യയിലെ കേരളത്തിലെ കോട്ടയത്തുള്ള കോൺടാക്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം മെമ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.